നമ്മുടെ വീടിന്റെ അടുത്താണ്. ഇന്നലെ നടന്നത് അവിടെയാണ്, നേരെ ബാക്കിൽ. അതായത് നമ്മളെ വീട് അതിന്റെ തൊട്ടടുത്ത്. ഇല്ലല്ല അല്ല സാറേ, നമ്മുടെ അയൽവാസിയാണ്. ഇന്നലെ പിടിച്ചേക്കുന്നത് നേരെ ഓപ്പോസിറ്റ് വശത്താണ്. ഇന്ന് ഇവിടെയാണ്. പിച്ചാണക്കിലാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് സാർ ഒന്നും പറയുന്നു. അതിന് ഷൂട്ട് ചെയ്തേ പറ്റാ സാറേ. മോശപ്പെട്ട അവസ്ഥയിലാണ് സാറേ. സാറേ നമ്മൾ സംസാരിക്കുന്നത് ആളുകളുടെ മാസത്തിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചത് നമുക്ക് വേറെ താപ്പില് എന്തായാലും ഒറ്റ കാര്യം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമില്ലാതെ ഒരാളും ഗേറ്റ് കഴിഞ്ഞിട്ട് മാത്രം പറയാം. നിങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന നിങ്ങളെ മാത്രം ബാക്കി ഞങ്ങളെ ഈ ചുറ്റുവട്ടത്ത് ഒരു 2 കിലോമീറ്റർ പരിധിയത്തിന്റെ സാധനം ഓടി വന്നിട്ട് ഇത്ര ആളിനായിട്ട് അടക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കടുവ പിടിച്ചെന്നാൽ ഉറപ്പ് തന്നെയാണ്. കാരണം അത്ര ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് 11 മണിയായി രാത്രി പേടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഒച്ചയാ പട്ടീന്റെ. ബാക്കി രണ്ടെണ്ണം ഭയങ്കര പൊരിച്ചങ്ങോട്ട് ഓടുന്നതാണ്. നേരം വിട്ടപ്പോഴാണ് സരസ്വതി. നിലവിൽ കടുവ ഈ പരിസരത്തുണ്ട്. ക്ലിയർ ആയിട്ടുള്ള പഞ്ചാരക്കൊല്ലി ക്യാമ്പ് ഓഫീസിൽ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നു. സ്വന്തം ജീവന സുരക്ഷ ഉറപ്പാക്കാൻ ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾക്ക് മൊത്തം 6 വിന്യസിച്ചതാണ്. എന്നിട്ട് ഈ 200 മീറ്റർ അപ്പുറം നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല. ഇവര് വന്നിപ്പോ പറഞ്ഞ ചേച്ചി ഒന്നും പറഞ്ഞല്ല അറിയിക്കുന്നതാണ്. ഇതെല്ലാം ഈ ചൂട് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ആറാത്തി വരുന്നില്ല എന്ന് പറഞ്ഞ റോഡ് കൂടെ വന്ന് കറങ്ങിട്ട് അങ്ങ് പോകും. കടുവ സ്വയം തീരുമാനം എടുത്തിട്ട് കൂട്ടുകയറട്ടെന്ന് പറഞ്ഞ് കാത്തു നിന്നാൽ നടക്കൂല എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള ആറാത്തിയൊക്കെ വരുന്നുണ്ട്. ആറാത്തി പേര് റോഡ് കൂടെ വന്ന് കറങ്ങിട്ട് അവരങ്ങ് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലണം. കൂട്ടി കയറിയാലും വെടിവെച്ച് കൊല്ലണം. വെടിവെച്ച് കൊല്ലണം. ഞങ്ങളെ മുന്നിൽ നിന്ന് കൊല്ലണം. കൊന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിടുക, എന്നിട്ട് അത് വീണ്ടും പിടിക്കുക. ഇത് അപ്പുറത്തൊന്നല്ല. ഇതിനു മുൻപേ എന്റെ വീടിന്റെ അടുത്ത് മണിയങ്കുന്നില് എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ വന്നിട്ട് കൂട് വെച്ചു, ആടിനെ കെട്ടി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരിക്കൽ പോലും അതിന് കൂടില കടുവയും വീണില്ല, ആടിനെ കൊണ്ടുപോവുകയും ചെയ്തു, കൂടും കൊണ്ടുപോയി. അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇവര് എല്ലാം പിൻവലിച്ചോണ്ടിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. കൂട്ടിൽ കടുവ കുടുങ്ങിയാൽ തന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിടാണ്. അത് വീണ്ടും വരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു അക്രമകാരിയായ കടുവ, നരഭോജിയായ കടുവേനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് വേറൊരു ഇത്രയും ഇത് ഒരു മനുഷ്യന്മാർ തന്നെയല്ലേ അവർ താമസിക്കുന്നിടത്ത് കൊണ്ടുവിടുക എന്ന് പറയുന്നത്. അതേ കൊലപാതകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവര് കൊലപാതകളാ. സത്യം കൊലക്കുറ്റത്തിന് കേസ്